സർവേശം മമ സാദര പ്രണാമഃ. എല്ലാ കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. യെസ്, നമ്മൾ ഇന്നൊരു എസ്സേ ആണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി എസ്സേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വനസംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. വനത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു എസ്സേ. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് എന്നത് നോക്കാം. വനം പ്രകൃതേഹി അമൂല്യം ധനം അസ്തി. വനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അമൂല്യമായിട്ടുള്ള ധനമാണ്. വനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അമൂല്യമായിട്ടുള്ള ധനമാണ്. വനം വൃക്ഷലതാദിഭിഹി നിബിഡം ഭവതി. വനം എന്ന് പറയുന്നത് വൃക്ഷലതാദികൾ കൊണ്ട്, വൃക്ഷങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ലതാദികൾ അല്ലെ സസ്യങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ, വള്ളികൾ കൊണ്ടും ഒക്കെ തന്നെ നിബിഡമാണ്, ഇടതൂർന്നതാണ്. നിബിഡമാണ് എന്ന് പറഞ്ഞാല് ഇടതൂർന്ന് നിൽക്കുന്നതാണ് എന്നർത്ഥം കേട്ടോ. വനം അതീവ സുന്ദരം ഭവതി. വനം എന്ന് പറയുന്നത് അതീവ സുന്ദരമാണ്. വനാനി പൃഥിവ്യാഹ ശോഭാം വർദ്ധയന്തി. അല്ലെ, വനാനി കാടുകളില് പൃഥിവ്യാഹ, പൃഥിവ്യാഹ എന്ന് പറഞ്ഞാല് പൃഥിവിയുടെ ഭൂമിയുടെ ശോഭാം വർദ്ധയതി, നമുക്ക് ശോഭ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വനാനി അസ്മാകം ജീവനസ്യ മഹത്വപൂർണം അംഗാനി സന്ധി. വനങ്ങൾ അസ്മാകം ജീവനസ്യ നമ്മുടെ ജീവിതത്തിന്റെ മഹത്വപൂർണമായിട്ടുള്ള അംഗാനി സന്ധി. അംഗമാണ്, അംഗം എന്ന് പറയുന്നത് ഒരു അവയവമാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വനാനി ബഹൂനാം ജീവിന ആവാസസ്ഥാനാനി സന്ധി. ഒരുപാട് ജീവികളുടെ ആവാസ സ്ഥാനമാണ് വനം എന്ന് പറയുന്നത്. വനേഷു പശവഃ പക്ഷിണഃ മൃഗാഃ ച സുഖേന വസതി. വനേഷു വനത്തില് പശവഃ, എന്താണ് പശവഃ എന്ന് പറയുന്നത്? മൃഗങ്ങളാണ്. മൃഗങ്ങൾ, അതുപോലെ പക്ഷികൾ, മൃഗാഹ മൃഗങ്ങളും ഒക്കെ തന്നെ സുഖേന വസന്തി, സുഖത്തോട് കൂടിയിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെ. ആവാസ വ്യവസ്ഥയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയാണ് മൃഗങ്ങളും പക്ഷികളും ഒക്കെ തന്നെ ഇവിടെ സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. മൃഗാഹ എന്ന് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് കൊടുത്തു. യെസ്. വൃക്ഷശാഖാസു ഗഗാഹ സുഖേന വസന്തി. വൃക്ഷശാഖാസു വൃക്ഷത്തിന്റെ ശാഖകളിൽ ഗഗാഹ, ഗഗാഹ എന്ന് പറഞ്ഞാല് പക്ഷികള്, പക്ഷികള് സുഖേന വസതി. എന്താണ് സുഖേന വസന്തി അല്ലെ, സുഖമായിട്ട് താമസിക്കുന്നു. വനേഷു പക്ഷിണ മധുരം കൂജനം ശ്രൂയതേ. വനത്തില് പക്ഷികളുടെ മധുരമായിട്ടുള്ള കൂജനം എന്ന് പറയുന്നത് പക്ഷികളുടെ ആ ഒരു ശബ്ദം. രാവിലെ എഴുന്നേറ്റാല് പക്ഷികളുടെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കൂലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കൂജനം എന്ന് പറയുന്നത് മധുരമായിട്ടുള്ള പക്ഷികളുടെ ആ ഒരു ശബ്ദത്തെയാണ്. അപ്പൊ വനത്തില് പക്ഷികളുടെ രാവിലെയുള്ള ശബ്ദം നമുക്ക് ശ്രൂയതേ കേൾക്കാൻ സാധിക്കും കേട്ടോ. കേൾക്കുക, കേൾക്കാം എന്നുള്ള അർത്ഥം. മൃഗാണാം ധാവനം തഥാ മയൂരാണാം മനോഹരം നർത്തനം ച വനസ്യ ശോഭാം വർദ്ധയതി. മൃഗാണാം ധാവനം, മൃഗങ്ങളുടെ ധാവനം എന്ന് പറഞ്ഞാല് ഓടുക അല്ലെങ്കിൽ ഓട്ടം. ഓക്കെ. തഥാ അതുപോലെ തന്നെ മയൂരാണാം മനോഹരം നർത്തനം. മയൂരത്തിന്റെ, മയൂരം എന്ന് പറയുന്നത് എന്താണ്? മയിലാണ് അല്ലെ. അപ്പൊ മയിലിന്റെ മനോഹരമായിട്ടുള്ള നർത്തനവും വനസ്യ ശോഭാം വർദ്ധയതി, വനത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. വനേഭ്യഃ അസ്മഭ്യം ബഹവഃ ലാഭാഃ ഭവതി. വനേഭ്യഃ അസ്മഭ്യം, നമുക്ക് വനമുള്ളത് കൊണ്ട് തന്നെ, കാടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലാഭങ്ങളുണ്ട് അല്ലെ. വൃക്ഷേഭ്യഃ ഫലാനി, എന്തൊക്കെയാണ്? വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ, അതുപോലെ പുഷ്പാണി പുഷ്പങ്ങൾ, കാഷ്ടാനി ഔഷധാനി ഔഷധങ്ങളും കാഷ്ടങ്ങളും ഒക്കെ തന്നെ നമുക്ക് വനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ച പ്രാപ്യന്തേ, നമുക്കിതൊക്കെ പ്രാപിക്കുന്നുണ്ട് അല്ലെ. വൃക്ഷാഹ അസ്മഭ്യം പ്രാണവായും ദദാതി. ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വനത്തിലെ ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ അസ്മഭ്യം നമുക്ക് എന്താണ് നൽകുന്നത്? പ്രാണവായും ദദാതി, പ്രാണവായു ആണ് നൽകുന്നത്. തേ വായും ശുദ്ധം കുർവന്തി, അതുകൊണ്ട് തന്നെ തേ അവർ വായും ശുദ്ധം കുർവന്തി, വായുവിനെ ശുദ്ധിയാക്കുന്നു, വായുവിനെ ശുദ്ധീകരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് മരങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെ, കൊടൈക്കനാൽ പോലുള്ള ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നല്ലൊരു വായു ശ്വസിക്കാൻ വേണ്ടി പറ്റും. അതെന്താണ്? നല്ല അടിപൊളി ഒരു എനർജി കിട്ടും. എന്തുകൊണ്ടാണ്? വായു മലിനമില്ല, കാരണം മരങ്ങളാണ് കൂടുതലുള്ളത്. മരങ്ങളിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ എങ്ങോട്ടേക്ക് വരും? പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി പറ്റും.
അതാണ് ഇവിടെയും പറയുന്നത്. വായും ശുദ്ധം കുർവതി, വായു എന്താണ്, ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. വനാനി വർഷായാഹ ആഗമനി സഹായം കുർവന്തി, വനാനി മരങ്ങൾ എന്തു ചെയ്യുന്നു, വർഷായാഹ, വർഷായാഹ എന്ന് പറഞ്ഞാൽ മഴ അല്ലെ, മഴയുടെ ആഗമനെ, ആഗമനം എന്ന് പറഞ്ഞാൽ മഴയുടെ വരവിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്, മരങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, മഴയുടെ ആഗമനത്തെ സഹായിക്കുന്നു. വനാനി വാതാവരണം ശീതളം കുർവന്തി, കാടുകൾ അല്ലെങ്കിൽ വനങ്ങള്, ഓക്കെ, കാടുകൾ അല്ലെങ്കിൽ വനങ്ങള് വാതാവരണത്തെ, വാതാവരണം അന്തരീക്ഷത്തെ ശീതളം കുർവന്തി, നല്ല തണലോട് കൂടിയിട്ടുള്ള നല്ലൊരു കാറ്റൊക്കെ തരുന്ന സമയത്ത് മരങ്ങള് നമുക്ക് നല്ലൊരു കുളിരി തരുന്നുണ്ട് അല്ലെ, ഒരു തണുപ്പ് തരുന്നുണ്ട്. ശീതളം എന്ന് പറയുന്നത് ഒരു തണുപ്പ് എന്നുള്ള അർത്ഥമാണ്, തണുപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. വനേഷു വനൌഷധയാഹ തഥാ ശുദ്ധ ജലാശയാഹ അഭി സന്ധി, എന്താണ്, വനത്തിൽ കാട്ടില് വന ഔഷധങ്ങളുണ്ട്, വന ഔഷധങ്ങൾ, കാട്ടിലുണ്ടാകുന്ന ഔഷധങ്ങളുണ്ട്. ഈ ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ തന്നെയും നമുക്ക് അവിടെയുള്ള വൈദ്യന്മാരൊക്കെ ഉണ്ടാവും അല്ലെ, കാടിനുള്ളിലെ വൈദ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, ഹോസ്പിറ്റലിൽ വന്നിട്ടാണോ, ഹോസ്പിറ്റലിൽ വരുന്നവരുണ്ട്, പക്ഷെ എന്തിരുന്നാലും അവര് നാട്ടുവൈദ്യം എന്ന് നമ്മൾ പറയുന്നത് പോലെ കാടുകളിലുള്ള ചികിത്സാ രീതിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ വനൌഷധങ്ങളുണ്ട്. അതുപോലെ ശുദ്ധ ജലാശയാഹ അഭിസന്ധി, ശുദ്ധമായിട്ടുള്ള ജലാശയങ്ങളുണ്ട്. നമ്മൾ ആ കാണുന്നതും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്, തടാകങ്ങളുണ്ട്, ചെറിയ ചെറിയ പോൺസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ തന്നെയും ശുദ്ധജല സംഭരണികളാണ് അല്ലെ. വൃക്ഷാണാം കാരണേന ഭൂമേഹേ ഉർവരതാ വർദ്ധയതി, വൃക്ഷാണാം കാരണേന, വൃക്ഷത്തിൻ കാരണമായിക്കൊണ്ട് തന്നെ ഭൂമിയുടെ ഊർവരത, ഓക്കെ, ഭൂമിയുടെ ഫലഭൂഷ്ടത എന്നൊക്കെ നമ്മൾ പറയും, അത് വർദ്ധിക്കുന്നു. വൃക്ഷാഹ ഭൂമി ക്ഷരണം നിവാരയന്തി, ആണ് വൃക്ഷങ്ങള് ഭൂമി ക്ഷരണമൊക്കെ നിവാരയന്തി തടയുന്നു. അതഹ വനാനി മാനവ ജീവനായ അത്യന്തം ആവശ്യകാനി സന്ധി, അതുകൊണ്ട് തന്നെ വനങ്ങൾ എന്ന് പറയുന്നത് മാനവ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. കിന്തു എന്നാൽ അദ്യ മാനവാഹ സ്വാർത്ഥായ ബഹൂൻ വൃക്ഷാൻ ചിതന്തി, അദ്യ മാനവാഹ ഇന്ന് മാനവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാർത്ഥായ അല്ലെ, സ്വാർത്ഥായ ബഹൂൻ വൃക്ഷാൻ ചിന്തന്തി, ഒരുപാട് വൃക്ഷങ്ങളെ സ്വാർത്ഥത കൊണ്ട് നിരവധിയാർന്ന, ബഹൂൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങളെ, മാനവഹ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, അപ്പൊ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് ഒരുപാട് വൃക്ഷങ്ങളെ ചിതന്തി മുറിച്ചു മാറ്റുന്നുണ്ട്, മുറിക്കുക അല്ലെ. ഭവന നിർമ്മാണായ മാർഗ നിർമ്മാണായ വനാനി നശ്യതി, ഇതാണ് ഭവന നിർമ്മാണം കൊണ്ടും അതുപോലെ മാർഗ നിർമ്മാണം കൊണ്ടും ഒക്കെ വനങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു വീടൊക്കെ എടുക്കാം അല്ലെ, പക്ഷെ നമ്മൾ വലിയ ബംഗ്ലാവാണ് എടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് മരങ്ങൾ വേണ്ട, അവിടെയുള്ള ഡോറ്, ജനല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്, മരങ്ങൾ നശിപ്പിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റുന്നതുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമാണ് കേട്ടോ. യെസ്, മാർഗ നിർമ്മാണായ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വനനാശേന അനേകാഹ സമസ്യാഹ ഭവന്തി, വനനാശം കൊണ്ട്, വനങ്ങൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അനേകാഹ ഒരുപാട് സമസ്യാഹ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ്, വായു പ്രദൂഷണം വർദ്ധയതേ, വായു പ്രദൂഷണം, വായുവിന്റെ നല്ല വായുവിന്റെ പ്രദൂഷണം എന്ന് പറയുന്നത് ദൂഷിപ്പിക്കുക, നല്ല വായുവിനെ ദുഷിപ്പിച്ചിട്ട് ആ ഒരു കാര്യം അല്ലെ, നല്ല വായു ദുഷിപ്പിക്കുക എന്ന് പറയുന്നത് വായു മലിനീകരണം എന്നുള്ള അർത്ഥമാണ്. വായു മലിനീകരണം വർദ്ധയതേ, അപ്പൊ വർദ്ധിക്കുന്നു. വർഷ ന്യൂനം ഭവതി, വർഷാഹ മഴ എന്ത് ചെയ്യുന്നു, ന്യൂനം, മഴ ന്യൂനമാകുന്നു, കുറയുന്നു, മഴ കുറയുന്നു. താപമാനം വർദ്ധതേ, താപമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് അല്ലെ, വളരെ ചൂടായിരിക്കും. താപം എന്തായി മാറുന്നു, ചൂട് കൂടുതലാകുന്നു. ഭൂമേഹേ ഉർവരത അഭിനശ്യതി, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത ഒക്കെ തന്നെ നശിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്.
വനനാശേന പശൂനാം പക്ഷിണാം ച ജീവനം സങ്കടേ പതതി. വനനാശം കൊണ്ട് പശുക്കളുടെയും പക്ഷികളുടെയും ഒക്കെ തന്നെ ജീവിതം സങ്കടേ പതതി, സങ്കടത്തിലാകുന്നു. അല്ലെ, ഒരു സങ്കടം എന്ന് പറയുന്നത് കരയുക എന്നുള്ള രീതിയല്ല, ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നു. ഒരു സങ്കടം എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. പദ്ധതി വീഴുന്നു, അല്ലെ, സങ്കടത്തിലാവുന്നു എന്നുള്ള അർത്ഥം. തേഷാം ആവാസസ്ഥാനാനി നശ്യതി, അവരുടെ ആവാസ സ്ഥാനങ്ങളൊക്കെ തന്നെ നശിക്കുന്നു. ശുദ്ധവായോ അഭാവഃ ഭവതി, ശുദ്ധവായു, നല്ല ഒരു വായു ശ്വസിക്കാൻ വേണ്ടി ഇല്ലാതെയാവുന്ന, അഭാവം ഉണ്ടാകുന്നു, ശുദ്ധവായുവിന്റെ അഭാവം ഉണ്ടാകുന്നു. വാതാവരണസ്യ സന്തുലനം അഭിനശ്യതി, വാതാവരണത്തിന്റെ സന്തുലനം, എല്ലാം തുല്യമായിട്ട് ഇരിക്കുക. വാതാവരണം എന്ന് പറഞ്ഞ അന്തരീക്ഷത്തെ എല്ലാം കറക്റ്റ് ആക്കി ഓർഡറിൽ വെക്കുക എന്നുള്ള ഒരു കാര്യം നശ്യതി, നശിക്കുന്നു. കാരണം മുഴുവൻ മലിനീകരണമാണ്, അല്ലെ, വായു മലിനീകരണം ഒരു ഭാഗത്ത്, പരിസര മലിനീകരണം വേറൊരു ഭാഗത്ത്, അങ്ങനെ ഒരുപാട് മലിനീകരണം വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതഹ വന സംരക്ഷണം അതീവ ആവശ്യകം അസ്തി, അതുകൊണ്ട് തന്നെയാണ് വനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ആവശ്യകമായിട്ട് വരുന്നത്. വനസംരക്ഷണം കേവലം സർവകാര്യസ്യ കർത്തവ്യം ന അസ്തി, എന്താണ് വനസംരക്ഷണം കേവലം സർവകാരഹ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കർത്തവ്യം മാത്രമല്ല. നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് ആണ്, അല്ലെ, ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുമല്ല, ഗവൺമെന്റിന്റെ കർത്തവ്യമല്ല. തത് സർവേഷാം ജനാനാം കർത്തവ്യം അസ്തി, അത് സർവേഷാം ജനാനാം എല്ലാ ജനങ്ങളുടെയും കർത്തവ്യമാണ്. വയം അധികാധികാൻ വൃക്ഷാൻ രോപയാമ, അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വൃക്ഷങ്ങളെ രോപയാമ നട്ട് വളർത്താം. വൃക്ഷാൻ അനാവശ്യകതായ ന ഛിദേമ, എന്താണ് വൃക്ഷാൻ അനാവശ്യമായിട്ട് ന ഛിദേമ, എന്താണ് നമുക്ക് മുറിച്ചു മാറ്റേണ്ടതില്ല, വൃക്ഷത്തെ അനാവശ്യമായി മുറിക്കേണ്ടതില്ല. വനാഗ്നിയും നിവാരയേമ എന്ന് പറഞ്ഞാല് കാട്ടുതീയാണ്, കാട്ടുതീയെ ഇല്ലാതെയാക്കാം. വനാനാം മഹത്വം അന്യേഭ്യഃ അഭിബോധയേമ, എന്താണ് വനത്തിന്റെ മഹത്വം, വനത്തിന്റെ, അല്ലെ, വനത്തിന്റെ എന്ന് പറയുന്നത് കാടിന്റെ മഹത്വത്തെ അന്യേഭ്യഃ മറ്റുള്ളവർക്ക് അഭിബോധയേമ, നമുക്ക് ബോധനം ചെയ്തു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. വിദ്യാലയേഷു വൃക്ഷാരോപണ കാര്യക്രമഃ ആയോജനീയ, നമുക്ക് വിദ്യാലയത്തിൽ തന്നെ വൃക്ഷങ്ങൾ നട്ട് വളർത്തുക എന്നുള്ള ഒരു കാര്യക്രമം ആയോജനീയം, നമുക്കത് അങ്ങനെ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്കറിയാം പരിസ്ഥിതി ദിനം എന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങളൊക്കെ നടുന്നുണ്ട്. ആ ഒരു ദിവസം മാത്രമായി പോകുന്നുണ്ട് പലപ്പോഴും, പിന്നീട് നമ്മൾ അത് തിരിഞ്ഞു നോക്കാത്തൊരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അന്ന് നടും, പിന്നെ ആ ഭാഗമൊന്നും നോക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ വെക്കുക, സ്റ്റോറി വെക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് കൂടുതലും നടക്കുക. അങ്ങനെ ആവരുത് കേട്ടോ. ഛാത്രഃ വൃക്ഷ സംരക്ഷണേ ഭാഗം ഗൃഹീയുഹു, അപ്പൊ എന്താണ്, കുട്ടികളെ വൃക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ടതുണ്ട് കേട്ടോ. പ്രത്യേകഃ ജനഃ ഏകം വൃക്ഷം രോപയിത്വ തസ്യ പാലനം കുര്യാത്, എന്താണ് ഓരോ ജനങ്ങളും ഏകം വൃക്ഷം, ഓരോ മരം നട്ടിട്ട് അതിനെ പാലനം ചെയ്യണം, നോക്കണം. പാലനം ചെയ്യുക എന്ന് പറയുന്നത് സംരക്ഷിക്കുക കേട്ടോ, പാലനം ചെയ്യേണ്ടതുണ്ട്. ഏവം വയം വനാനി രക്ഷിതും ശക്നുമഃ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. വൃക്ഷാൻ രക്ഷാമഹ, വൃക്ഷത്തെ നമുക്ക് രക്ഷിക്കാം. വനാനി രക്ഷാമഹ, കാടിനെയും നമുക്ക് രക്ഷിക്കാം. പര്യാവരണം രക്ഷാമഹ, അങ്ങനെയാണെങ്കിൽ പര്യാവരണത്തെയും പരിസ്ഥിതിയെയും നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും. ആദ്യം വൃക്ഷത്തെ രക്ഷിക്കുക, പിന്നെ കാടിനെ രക്ഷിക്കുക, പിന്നെ പര്യാവരണത്തെ രക്ഷിക്കുക. വനാനി രക്ഷിതാനി ചെയ്ത് പൃഥ്വി സുന്ദരി ഭവതി, അപ്പം വനത്തെ രക്ഷിക്കുന്നതിലൂടെ ചെയ്ത് പൃഥ്വി സുന്ദരി ഭവതി, വനത്തെ രക്ഷിക്കുന്നതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയെ, പൃഥ്വിയെ എന്ത് ചെയ്യുന്നു, സുന്ദരിയാക്കി മാറ്റുന്നു. വന സംരക്ഷണേന ഏവ മാനവ ജീവനം സുഖമയം സ്വസ്ഥ്യം ച ഭവതി, വനം സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് മാനവ ജീവനം സുഖമയവും സ്വസ്ഥവുമായിട്ട് മാറുന്നു. അതഹ സർവേ മിലിത്വ വന സംരക്ഷണം കരണീയം, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിട്ട് നമുക്ക് വന സംരക്ഷണം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. ഇതിലൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ഈ ഒരു എസ്സേ ഉള്ളത്.
നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രകൃതി സംരക്ഷണത്തിന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള മെയിൻ പോയിന്റ്സ് ഓരോന്നും എടുത്തെഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ പോയിന്റ്സ് ആക്കിയാണ് എഴുതേണ്ടത്. ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്.